ഈ നെഗറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും കഴിവതും മാറി നിൽക്കാനൊക്കെ ശ്രമിക്കുന്നവരാണ് നമ്മളും ഞാനും നിങ്ങളും ഒക്കെ അല്ലേ. പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടുപോകും. മാത്രമല്ല ചില നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മുടെ തലയിൽ കടന്നു വരികയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ കാട് കയറി ചിന്തിച്ച് നമ്മൾ എങ്ങോട്ടൊക്കെയോ സഞ്ചരിക്കുകയും ചെയ്യും. പക്ഷേ ഈ അസ്വസ്ഥരാക്കുന്ന ആ കാര്യങ്ങളെ ചില മാർഗങ്ങളിലൂടെ മാറ്റി നിർത്തിയാൽ നമുക്ക് നമ്മുടെ മനസ്സമാധാനം വീണ്ടെടുക്കാൻ കഴിയും. ഞാനേ ഒരു കഥ പറയാം. ഒരു യുവതിയുടെ ഊണുമേശയിലിരിക്കുകയാണ്. അപ്പോൾ അടയ്ക്കേണ്ട നികുതികളെക്കുറിച്ചും വീട്ടുജോലികളെക്കുറിച്ചും ഒക്കെയുള്ള ആശങ്കയിലാണ് അവർ. എല്ലാത്തിനും ഉപരിയായിട്ട് അവരുടെ കുടുംബാംഗങ്ങളെല്ലാം അടുത്ത ദിവസത്തെ ഉച്ചഭക്ഷണത്തിനായി വരുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർ ചെയ്യുന്ന ഹോംവർക്ക് ചെയ്യുന്ന ഇളയ മകളെ നോക്കി. അപ്പോൾ മകള് ഈ നോട്ട്ബുക്കിൽ എന്തോ ദേഷ്യത്തോടെ മനസ്സിൽ എന്തോ ഒരു ദേഷ്യമൊക്കെ വെച്ച് എഴുതുന്നത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഗൃഹപാഠത്തിൽ നെഗറ്റീവ് താങ്ക്സ് ഗിവിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ ടീച്ചർ ആവശ്യപ്പെട്ടിരുന്നു. അതായത് ആദ്യം നല്ലത് അല്ലെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ ഒടുവിൽ നല്ലതായി മാറുന്ന കാര്യങ്ങളിൽ നമ്മൾ നന്ദിയുള്ളവരാണെന്ന് തോന്നിപ്പിക്കുന്ന സംഗതിയാണ് എഴുതേണ്ടതെന്ന് അമ്മയോട് ഈ മകൾ പറയുകയാണ്. അങ്ങനെ ആ അമ്മ വളരെ കൗതുകത്തോടു കൂടി തൻ്റെ മകളുടെ നോട്ട്ബുക്കിലേക്ക് നോക്കി. അപ്പോൾ മകൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫൈനൽ പരീക്ഷയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ്, കാരണം സ്കൂൾ അവസാനിച്ചു. രുചി കുറഞ്ഞ മരുന്നിന് ഞാൻ നന്ദിയുള്ളവനാണ്, കാരണം അതെൻ്റെ അസുഖം മാറ്റി. അലാം ക്ലോക്കുകൾ കേട്ട് ഉണർന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്, കാരണം ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് അതിനർത്ഥം. മകളുടെ ഈ കുറിപ്പ് കണ്ട അമ്മ തിരിച്ചറിയുകയായിരുന്നു, നന്ദിയുള്ളവരായിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന്. അങ്ങനെ ആ അമ്മ വീണ്ടും ആലോചിച്ചു. തനിക്ക് ലോൺ അടയ്ക്കേണ്ട ദിവസം വന്നു, അതിനർത്ഥം തനിക്ക് ജോലി ലഭിച്ചത് ഭാഗ്യമായിരുന്നു എന്നാണ്. വീട്ടുജോലികൾ ഒരുപാട് ചെയ്യാനുണ്ട്, അതിനർത്ഥം താമസിക്കാൻ എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് എന്നാണ്. കുടുംബാംഗങ്ങൾക്ക് ഉച്ചഭക്ഷണം പാകം ചെയ്യേണ്ടി വരുന്നു, അതിനർത്ഥം ആഘോഷിക്കാൻ കഴിയുന്ന ഒരു കുടുംബം എനിക്കുണ്ട് എന്നല്ലേ. ഒന്ന് നോക്കിയാൽ സംതൃപ്തിയില്ലാത്ത, ആകുലപ്പെടാവുന്ന, പരാതിപ്പെടാവുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ ചുറ്റുമുണ്ടെങ്കിലും നമ്മളെ സമ്പന്നമാക്കുന്ന ജീവിതം മനോഹരമാണെന്ന് തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെയുണ്ട്. ചൈനീസ് തത്വചിന്തകനായിരുന്ന ലാവോ സൂവിൻ്റെ നിരീക്ഷണം ഇങ്ങനെയാണ്: നമുക്കുള്ളതിൽ സംതൃപ്തരായിരിക്കാം, കാര്യങ്ങൾ എങ്ങനെയായിരിക്കുന്നുവോ അതിൽ സന്തോഷിക്കാം, ഒരു കുറവുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ലോകം നമ്മുടേതാണ്. നെഗറ്റീവ് ചിന്തകളെക്കുറിച്ച് നമ്മളൊക്കെ പരാതിപ്പെടുമ്പോൾ പലപ്പോഴും അതിൻ്റെയൊക്കെ പോസിറ്റീവ് വശം കാണുന്നതിലാണ് നമ്മളൊക്കെ പരാജയപ്പെടുന്നത്. ഉള്ളതിൽ നമ്മളൊരു സന്തോഷം കണ്ടെത്തിയാൽ, ഒരു നിറവ് കണ്ടെത്തിയാൽ ഈ ജീവിതം എത്ര സുന്ദരമാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങളിൽ എന്താണ് അതിലെ പോസിറ്റീവ് എന്ന്.